ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നടിയെ ആക്രമിച്ച കേസിൽ ആദ്യ പ്രതികരണം അതിജീവിതയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ്. സമൂഹ മാധ്യമത്തിലൂടെയാണ് ആ പ്രതികരണം. കോടതി വിധിയോട് പ്രതികരിച്ചിരിക്കുന്നു അതിജീവിത എന്നുള്ളതാണ് ഈ വാർത്തയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമേറിയ ഒരു വസ്തുത. ഈ വിധിയിൽ ഇപ്പോൾ പുറത്തു വന്ന ഈ വിധിയിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് അതിജീവിത നടി പറഞ്ഞിരിക്കുന്നത്. സമൂഹ മാധ്യമത്തിലൂടെയാണ് ആ ഒരു പരാമർശം, ആ ഒരു പ്രസ്താവന, ആ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നാണ് പറയുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരേപോലെയല്ല എന്ന് അതിജീവിത മുന്നോട്ട് വെക്കുന്നു. അത്തരത്തിലൊരു പ്രതികരണം നടന്നിരിക്കുന്നു. പൾസർ സുനി തൻ്റെ ഡ്രൈവർ അല്ല. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തത് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും അന്വേഷണം ഉണ്ടായില്ല എന്നുള്ളതും അതിജീവിത പറയുന്നു. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്ത കാര്യവും കൂടി സൂചിപ്പിക്കുന്നു. ഇതെല്ലാം ആ കുറിപ്പിൽ പറയുന്നതാണ്. ഫൈസൽ അസീസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, കോടതി വിധി വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനം ഈ സംഭവത്തിലെ, ഈ കേസിലെ 8ാം പ്രതിയായ ദിലീപിനെതിരെ, അല്ലെങ്കിൽ ദിലീപിനെ ഈ കേസിൽ നിന്നും വിട്ടയച്ച കോടതി വിധിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അതിജീവിതയുടെ ഒരു പ്രതികരണമൊന്നും വന്ന് കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു ആദ്യ പ്രതികരണം എന്നുള്ള നിലയ്ക്ക് അതിജീവിത സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചിരിക്കുന്നു. എന്നാൽ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കോടതി വിധിയിൽ അത്ഭുതപ്പെടാനില്ല, ഇത്തരത്തിൽ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഒപ്പം ഈ രാജ്യത്തെ പൗരന്മാരെല്ലാവരെയും ഒരേപോലെയല്ല കണക്കാക്കുന്നത് എന്നുള്ള പരാമർശമൊക്കെയാണ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഫൈസൽ? കഴിഞ്ഞ 8-നാണ് ഇത്തരത്തിൽ ഈ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന്, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതിൽ പൾസർ സുനി ഒന്നാം പ്രതി പൾസർ സുനി തന്നെയാണ്. അതിൽ 8ാം പ്രതി നടൻ ദിലീപിനെ വെറുതെ വിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അന്നൊന്നും ആ വിധിക്ക് പിന്നാലെയാണ് ഇപ്പോൾ അതിജീവിത, കേസിലകപ്പെട്ട അതിജീവിത ഇപ്പോൾ പ്രതികരണവുമായി തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. 8 വർഷം 9 മാസം 23 ദിവസം. ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നുണ്ട്. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ 1ാം പ്രതി തൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട്, അതായത് ഈ 1ാം പ്രതി എന്ന് ഉദ്ദേശിച്ചത് പൾസർ സുനിയാണ്, അത് ശുദ്ധമായ നുണയാണ്. അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ്. ഈ ക്രൈം നടക്കുന്നതിന് മുൻപ് 1-2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു എന്നാണ് ആദ്യം പറയുന്നത്. പിന്നീട് ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം, എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല. പിന്നീട് പറയുന്നത് കോടതിയെ വിമർശിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ്. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തു എന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷന് മനസ്സിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ അവസാനം ചേർക്കുന്നുണ്ട് എന്നും ഈ അതിജീവിത പറയുന്നുണ്ട്. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിൻ്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ യാത്രയിൽ എത്രയും കൂടി നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തന്നെ തുടരുക, അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിജീവിത ഇത്തരത്തിൽ ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങളും പറയുന്നുണ്ട്. ഈ കേസിൽ തൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ കേസിൽ എത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കി രാജിവെക്കുന്നു. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് താൻ പലതവണ ആവശ്യപ്പെട്ടു. പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്നാവശ്യമായി ഹർജിയിൽ കക്ഷി ചേരുന്നു.
ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കത്തുകൾ അയക്കേണ്ടി വന്നു. ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങൾ മാധ്യമങ്ങളെ നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് താൻ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ അത് നിഷേധിക്കപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു പോസ്റ്റാണ് അതിജീവിത ഇട്ടിരിക്കുന്നത്. അതിൽ അവസാനമായി പറയുന്നത്, സോ മെനി പീപ്പിൾ ഹാവ് ഇൻസ്പയർഡ് മീ ടു ബി നത്തിങ് ലൈക്ക് ദം. താങ്ക് യു ഫോർ ഓൾ ദ ലെസൺസ്. എല്ലാ പാഠത്തിനും നന്ദി, എല്ലാ ഗുണപാഠങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിജീവിത ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൻ്റെ ആ വിധി താൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് അതിജീവിത പറയുന്നത്. അതായത് ഈ ദിലീപിനെ കുറ്റവിമുക്തനാക്കും, അല്ലെങ്കിൽ 8ാം പ്രതിയെ കുറ്റവിമുക്തനാക്കും, 1ാം പ്രതി പൾസർ സുനി, ഇത്തരത്തിൽ 6 പ്രതികൾ, ബാക്കിയുള്ളവരൊക്കെ വെറുതെ വിടുമെന്നൊക്കെയാണ് ഇത്തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇതിനു മുമ്പ് തന്നെ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തൻ്റെ വാദം ഓപ്പൺ കോടതിയിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ഹർജികൾ സമർപ്പിച്ചെങ്കിലും അതെല്ലാം നിഷേധിക്കപ്പെട്ടു എന്ന് മുൻപ് തന്നെ അതിജീവിത വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിജീവിത ഈ വിധി താൻ പ്രതീക്ഷിച്ചതാണെന്നാണ് പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാളിദാസ്. തീർച്ചയായും ഫൈസൽ, എന്തായാലും ഗുരുതരമായൊരു പരാമർശം തന്നെയാണ് ആദ്യ പ്രതികരണത്തിലൂടെ അതിജീവിത നടത്തിയിരിക്കുന്നത്. ഈ മറ്റുള്ളവരെ പോലെ, അല്ലെങ്കിൽ ഒന്നുമല്ലാതിരിക്കുന്ന മറ്റുള്ളവരെ പോലെ ആകാതിരിക്കാൻ താൻ പഠിച്ചു എന്നുള്ളതാണ് അവസാനം അതിജീവിത കുറിച്ച ആ വാക്കുകൾ എന്നുള്ളത്. അത്തരത്തിൽ ഒന്നുമല്ലാതെ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു വിലയും കൽപ്പിക്കാൻ അർഹതയില്ലാത്തവരെ പോലെ ആകരുത് എന്നുള്ള വലിയൊരു പാഠമാണ് താൻ പഠിച്ചത്. അത്തരത്തിലുള്ള ചില വ്യക്തികൾ, ഒന്നുമല്ലാത്ത ചില വ്യക്തികൾ തന്നെ പ്രചോദിപ്പിച്ചു അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി. നന്ദി, എല്ലാത്തിനും നന്ദി എന്നുള്ളതാണ് അതിജീവിത അവസാനമായി കുറിച്ചിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ എന്താകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതിനെ തുടർന്ന് നടക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങൾ, എത്തരത്തിൽ ഈ പരാമർശങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതൊക്കെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടതാണ്.